ആക്സിയം 4 ദൗത്യത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇനി വരുന്ന PSC എക്സാമുകൾക്കെല്ലാം ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസ് സംഘടിപ്പിച്ച ഒരു സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ്. ഇതിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. നാസയും പ്രമുഖ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസും സംയുക്തമായി നടത്തുന്ന 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രികാ ദൗത്യമാണ് ഈ ആക്സിയം 4. ഈ മിഷൻ്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യയിൽ നിന്നും ശുഭാംശു ശുക്ലയും എത്തിയത്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയാണ്. അദ്ദേഹം 1984 ഒരു സോവിയറ്റ് മിഷൻ്റെ ഭാഗമായാണ് ബഹിരാകാശത്ത് എത്തുന്നത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല. ആക്സിയം 4 ദൗത്യത്തിലെ പൈലറ്റായി പ്രവർത്തിച്ചത് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശു ശുക്ലയാണ്. 1985 ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഹൈലി ട്രെയിൻഡ് പൈലറ്റാണ് ശുഭാംശു ശുക്ല. അതുപോലെ തന്നെ ഗഗയാൻ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഒരാൾ കൂടിയാണ്. റഷ്യയിലെ ഗഗാറിൻ പരിശീലന കേന്ദ്രത്തിൽ ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആക്സിയം 4 മിഷനിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. ഈ ദൗത്യത്തിന് പ്രധാനമായും 4 പേരാണ് പങ്കാളികളായത്. സ്പേസ് എക്സ് ആണ് ലോഞ്ച് പ്രൊവൈഡർ. നാസ, ISRO, ആക്സിയം സ്പേസ് എന്നിവരാണ് ഈ 4 പങ്കാളികൾ. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രീയ ഗവേഷണം, സാങ്കേതികവിദ്യാ വികസനം, വാണിജ്യ ബഹിരാകാശ പ്രവർത്തനങ്ങൾ എന്നിവയാണ്. കൂടാതെ 31 രാജ്യങ്ങളിൽ നിന്നുള്ള 60ലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 7ഓളം പരീക്ഷണം നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ശുഭാംശു ശുക്ല ഈ ദൗത്യത്തിൽ ISROയുടെയും മറ്റ് ഇന്ത്യൻ സ്ഥാപനങ്ങളുടെയും വിവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സൂക്ഷ്മ ആൽഗകളുടെ വളർച്ച, വിത്ത് മുളപ്പിക്കൽ, മനുഷ്യ ശരീരത്തിൽ മൈക്രോഗ്രാവിറ്റി ചെലുത്തുന്ന സ്വാധീനം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. മിഷൻ്റെ ലോഞ്ച് വെഹിക്കിൾ സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 ആണ്. മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര പലതവണ മാറ്റിവെച്ചു എന്നുള്ളത്. ഫാൽക്കൺ 9 റോക്കറ്റിലെ ദ്രാവക ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ കാരണമായിരുന്നു അത്. അങ്ങനെ 6 തവണ മാറ്റിവെച്ചതിന് ശേഷം ജൂൺ 25 ഫൈനലി ലോഞ്ച് ചെയ്തു. വിക്ഷേപണത്തിന് 16 മണിക്കൂറുകൾക്ക് ശേഷം ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തു. ദൗത്യത്തിന് ഉപയോഗിച്ച പേടകം അഥവാ ക്യാപ്സ്യൂൾ ക്രൂ ഡ്രാഗൺ C213 ഗ്രേസ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഇത് ഒരു റീയൂസബിൾ ഹ്യൂമൻ സ്പേസ് ക്രാഫ്റ്റാണ്. അതായത് ഭൂമിയിൽ നിന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഹ്യൂമൻസിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് സ്പേസ് എക്സ് ഡ്രാഗൺ. ഇനി നമുക്ക് ഈ ദൗത്യത്തിലെ ക്രൂ മെമ്പേഴ്സിനെ പരിചയപ്പെടാം. പെഗ്ഗി വിറ്റ്സൺ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ദൗത്യത്തിൻ്റെ കമാൻഡറുമായ വ്യക്തിയാണ്. നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയും ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറും ആയ വ്യക്തിയാണ്. ഇപ്പോൾ ആക്സിയം സ്പേസിൻ്റെ ഒരു എംപ്ലോയിയാണ്. ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ ചെലവഴിച്ച വനിതയും ഇവരാണ്. 675 ദിവസമാണ് ഇവർ സ്പേസിൽ ചെലവഴിച്ചത്. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി PSC ചോദിച്ചതാണ്. ബാക്കി 3 പേരുടെയും ആദ്യത്തെ സ്പേസ് ഫ്ലൈറ്റ് യാത്രയായിരുന്നു. ആക്സിയം 4 ദൗത്യത്തിലെ പൈലറ്റായി പ്രവർത്തിച്ചത് ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ലയാണ്. ഇദ്ദേഹം ഇന്ത്യയും ISROയും പ്രതിനിധീകരിച്ചാണ് പങ്കെടുത്തത്. അടുത്തത് പോളണ്ട് സ്വദേശിയായ സ്ലാവോസ് ഉസ്നാൻസ്കിയാണ്. ഇദ്ദേഹം യൂറോപ്യൻ സ്പേസ് ഏജൻസിയെയും POLSAയെയും പ്രതിനിധീകരിക്കുന്നു. ലോഞ്ച് സൈറ്റ് നാസയുടെ കെനഡി സ്പേസ് സെൻറ്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A. ദൗത്യം പൂർത്തിയാക്കി 2025 ജൂലൈ 15 ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തി. കാലിഫോർണിയ തീരത്ത് പസഫിക് സമുദ്രത്തിലാണ് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. ടൈം സ്പെൻഡ് ചെയ്തത് 18 ദിവസവും 45 മിനിറ്റുമാണ്. ബഹിരാകാശ പരീക്ഷണത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഉയർന്ന വിള നൽകുന്ന വിത്തുക്കൾ ഏതൊക്കെയെന്ന് നോക്കാം. ജ്യോതി, ഉമ ഇവ നെൽവിത്തനങ്ങളാണ്. കനകമണി, പയർ വിത്തനം, തിലകത്തറ, എള്ള്,
സൂര്യ, വഴുതനങ്ങ, വെള്ളായണി വിജയ്, തക്കാളി.